ഫ്യൂച്ചർ ഓഫ് എ DXN വൈസ് കൺസ്യൂമർ. ഞാൻ ഈ വൈസ് കൺസ്യൂമർ എന്ന് പറയാൻ കാരണം നമ്മൾ കുറേ നാളായിട്ട് കൺസ്യൂമേഴ്സാണ് അല്ല, എല്ലാവരും കൺസ്യൂമേഴ്സാണ്. അപ്പോൾ ഈ DXNൻ്റെ ഒരു വൈസ് കൺസ്യൂമറിൻ്റെ ഫ്യൂച്ചർ എന്താണ്? ആ ഫ്യൂച്ചറാണ് നമ്മൾ പറയാൻ പോണത്. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്, ആണോ? നമ്മൾ കൺസ്യൂമേഴ്സുമാണ്, പിന്നെ ആരും കൂടിയാണ്? നിങ്ങൾ കൺസ്യൂമേഴ്സ് ആണ് എങ്കിൽ നിങ്ങളൊരു സെയിൽസ്മാൻ കൂടിയാണ്, നിങ്ങളൊരു സെയിൽസ് ഗേളും കൂടിയാണ്. പിടുത്തം കിട്ടിയോ? ചില ആൾക്കാർ പറയും എനിക്ക് വിൽപ്പന എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന്. വിൽപ്പന നിർത്തിയാൽ ലോകാവസാനം ഉണ്ടാവും, അറിയാമോ? ലോകം അവസാനിച്ചു. റൈറ്റ്? സെയിൽസ് സ്റ്റോപ്പ് ചെയ്താൽ ലോകാവസാനമാണ്, പിന്നൊന്നുമില്ല. നല്ലൊരു നോവലിസ്റ്റ് വരെ ബെസ്റ്റ് സെല്ലിംഗ് നോവൽ എന്നാണ് പറയണത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സെല്ലിംഗ് നോവൽ. അതായത് വിൽപ്പനയാണ് എല്ലായിടത്തും നടക്കേണ്ടത്. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബി എ കൺസ്യൂമർ. നമ്മളൊരു വൈസ് കൺസ്യൂമർ ആകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈസ് കൺസ്യൂമർ സെല്ലറും കൂടി ആകുമ്പോഴാണ്. അപ്പോഴാണ് അയാൾക്ക് ആ വരുമാനം തിരിച്ചു കിട്ടുമ്പോഴാണ് അയാൾ വൈസ് കൺസ്യൂമറാണ്. ഇപ്പം ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് കമ്പനികളുടെ കൺസ്യൂമറാണ്, ആണോ? ആണല്ലോ. ഞാൻ പല ആൾക്കാരോടും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീടിനടുത്ത് ഒരാൾ വാടകയ്ക്ക് വന്ന് താമസിക്കുകയാണ്. അപ്പോൾ ഒരാൾ വാടകയ്ക്ക് വന്ന ആൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നല്ല മീൻ ആരുടെ കയ്യിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പേരുണ്ടല്ലോ. ആ പേര് പറഞ്ഞേ. വീരാന. വീരാനിക്ക. ഓക്കെ, എന്നാൽ വീരാനിക്കനെ എടുക്കാം നമുക്ക്. ഈ വീരാനിക്കനെ പറയാൻ കാരണം എന്താ? വീരാനിക്ക പൈസ തന്നിട്ടുണ്ടോ? നമുക്ക് പണം തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ബീരാനിക്ക പണം തന്നിട്ടല്ല ബീരാനിക്ക എന്ന് പറയാൻ കാരണം നമ്മൾ നിരന്തരമായിട്ട് ബീരാൻ്റെ അടുത്ത് നിന്നാണ് എന്ത് വാങ്ങിക്കുന്നത്? മീൻ വാങ്ങിക്കുന്നത്. ബീരാൻ്റെ കയ്യിൽ നിന്നുള്ള മീൻ നല്ലതാണെന്ന് നമുക്ക് കുറേ കാലമായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ബീരാനിക്കയുടെ ഏജൻ്റ് അല്ലേ? ഹലോ അങ്ങനെ നിങ്ങൾ ബീരാൻ്റെ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ബീരാന് വേണ്ടി പണം വാങ്ങിക്കാതെ അയാൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു പാവം ബുദ്ധിശൂന്യനായ കൺസ്യൂമർ. പിടുത്തം കിട്ടിയോ? ഇനി പോത്തീസിൽ നിന്ന് സാരി എടുത്തിട്ട് സാരി മുഴുവനും സഞ്ചിയിലൊക്കെ ആക്കും. സഞ്ചിയുടെ മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? പോത്തീസ്. അത് വെച്ചിട്ട് വീട് കയറണവരെ പോത്തീസ് 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 പോത്തീസ്. ബസ്സിൽ കയറുമ്പം പോത്തീസ് പോത്തീസ്. ഇനി പോത്തീസ് കൊണ്ടുപോയിട്ട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അതിൽ നിന്ന് നിങ്ങൾ തുണിയെല്ലാം എടുത്ത് മാറ്റിയാലും കായ്കറി മേടിക്കാൻ പോകുമ്പോഴും ആ സഞ്ചി എടുക്കും. പോത്തീസ് 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 പോത്തീസ്. ഞാനും നിങ്ങളും ഒരുപാട് റിച്ചസ്റ്റായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കഴുതയേക്കാൾ കഷ്ടമായിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ്, ആണോ? അങ്ങനെയാണെങ്കിൽ ലോകത്ത് നിൽക്കുന്ന കംപ്ലീറ്റ് ആൾക്കാരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സെയിൽസ് അല്ലേ? ഒരു TV വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് TV വാങ്ങിക്കണമെന്ന് പറയും? നിങ്ങളുടെ വീട്ടിലുള്ള TV, ശരിയല്ലേ? ആണോ? ശരിയല്ലേ? അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള TV അവർ നിങ്ങൾക്ക് ശമ്പളമോ കമ്മീഷനോ തരുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് നിങ്ങൾ പറയണില്ലേ? ലുലുവിലേക്ക് ഇതുവരെ ഞാൻ അയച്ചത് ഏതാണ്ട് ഒരു 10,000-ൽ കൂടുതൽ ആൾക്കാരെ ഞാൻ ഇതുവരെ അയച്ചിട്ടുണ്ട് ലുലുവിലേക്ക്. ഏകദേശം ഒരു 10-15 ലക്ഷം രൂപയുടെ കച്ചവടം ഞാൻ വഴി ലുലുവിന് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ലുലു എനിക്ക് പാർക്കിംഗ് ഫീസ് പോലും തന്നിട്ടില്ല. വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു പേ പാർക്കിംഗ് ഫീസ്, യുനോ. അതുപോലും എനിക്ക് ലുലു തന്നില്ല. അപ്പോൾ ലുലുവിന് വേണ്ടി ഞാൻ പണിയെടുക്കുന്നുണ്ട്. ഇവരെ വിളിക്കുന്ന പേരാണ് ബുദ്ധിശൂന്യരായ കൺസ്യൂമേഴ്സ്. അപ്പോൾ നമുക്ക് എവറി കൺസ്യൂമർ ഈസ് എ സെയിൽസ് പേഴ്സൺ. 2 types of people. ഒന്ന്, കീപ്പ് ഓൺ അഡ്വർടൈസിങ് ആൻഡ് നോട്ട് ബീങ് പെയ്ഡ് ഫോർ ഇറ്റ്. ആൻഡ് നോട്ട് ബീങ് പെയ്ഡ് ഫോർ ഇറ്റിൽ പെടുന്ന ആൾക്കാരാണ് ഭൂരിഭാഗവും. കുറച്ച് ആൾക്കാർ മാത്രമേ രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരുന്നുള്ളൂ, ബീങ് പെയ്ഡ് ഫോർ ഇറ്റ്. DXNൽ വർക്ക് ചെയ്താലുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, DXNൽ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങി, അത് 10 പേരോടെങ്ങാനും പറഞ്ഞ് അവനെങ്ങാനും പോയി സാധനം വാങ്ങിച്ചാൽ ആ മാസം നമുക്ക് ഈ വാലറ്റിൽ പൈസ വരും, ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും. അങ്ങനെ ഒരു കുരുത്തക്കേട് ഈ ഡോക്ടറിലും ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് വൈസ് കൺസ്യൂമർ. വൈസ് കൺസ്യൂമറിസമാണ് DXNലൂടെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഈ വോയിസ് കൺസ്യൂമറിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തർ ഇറങ്ങി പുറപ്പെടേണ്ടത്. ചില ആൾക്കാർ പറയും
ഇത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലേ? ചില ആൾക്കാർ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് വെറുതെ അറിയാൻ പാടില്ല പൊട്ടനെ പോലെ അഭിനയിക്കും. എന്താണെന്നിരിക്കും ഞാൻ പറയും, അതെന്ത് സാധനമാണ്? അറിയില്ല. ഇല്ല. പിന്നെ അവർ പറഞ്ഞു തന്നെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന്. ഇവൻ അറിയാമെങ്കിൽ അവൻ പണ്ടേ തുടങ്ങിയാനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരെണ്ണത്തിനറിയാൻ പാടില്ല നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങും മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും എന്താണെന്ന് അറിയാൻ പാടില്ല. ചിലർ ചോദിക്കാറുണ്ട് മണി ചെയിൻ. അപ്പം നമ്മൾ തിരിച്ചു ചോദിക്കും, അതെന്ത് സാധനം? അതെന്ത് സാധനം കേട്ടിട്ടില്ല. ഒന്ന് പറഞ്ഞത് അതെന്താണെന്ന്. അവൻ അവിടെ കിടന്ന് മുക്കറയിടും. അവൻ പറയാൻ പോണില്ലത്, കാരണം അവൻ അറിയില്ല മണി ചെയിൻ എന്താണെന്ന്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ജനം ഇങ്ങനെ എതിര് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്താണ്? പൈസ കിട്ടുന്ന വൈസ് കൺസ്യൂമറായിട്ട് മാറുക. ഇതിലേത് ഗ്രൂപ്പിലാണ്? ഇൻ വിച്ച് ഗ്രൂപ്പ് യു ബിലോങ്? ഇതിലേത് ഗ്രൂപ്പിലാണ് ഞാൻ പെടണത്? നിങ്ങൾ പെടണ ഏത് ഗ്രൂപ്പിലാണ്? രണ്ടാം ഗ്രൂപ്പിൽ. ഒന്നാം ഗ്രൂപ്പ് ഏതാ? അപ്പോൾ അത് എവ്രി വൺ ഈസ് എ സെയിൽസ് പേഴ്സൺ ഫ്രം ദ ടൈം യു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കില്ലേ? ചില ആൾക്കാർ പറയുന്നുണ്ട് എനിക്കിത് പറ്റില്ല, ഞാനത് ആൾക്കാരോട് പറയണ്ടേ. എന്താണ് പറയണ്ടേ? ഇതാണ് എല്ലാവരും ചോദിക്കണത്. മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള കഴിവ് എനിക്കില്ല. നിങ്ങൾക്കുണ്ട്. ആർക്കുണ്ട്? നിങ്ങൾക്കുണ്ട്. പക്ഷെ എനിക്കില്ല. ആ പറയണ ആൾ എന്താണ് രാവിലെ ചെയ്യണേന്ന് നോക്കൂ കേട്ടോ. ഇതാണ് അയാൾ ചെയ്യണത്. ഫ്രം ദ ടൈം യു ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ് അൺടിൽ ദ ടൈം യു ഗോ ടു ബെഡ് അറ്റ് നൈറ്റ്. എന്താ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് കേട്ടോ കേട്ടോ. യു ആർ കണ്ടിന്യൂലി നെഗോഷിയേറ്റിംഗ്. നെഗോഷിയേറ്റിംഗ് ചെയ്യാറുണ്ടോ? നെഗോഷിയേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറേ അർത്ഥമുണ്ട് അതിനകത്ത്. വില പേശാറുണ്ടോ? മാർക്കറ്റിൽ പോയിട്ട് വില പേശാറുണ്ടോ? എന്താണ് ഈ മീനിൻ്റെ വില? അപ്പോൾ അയാൾ പറയും മീന് 200 രൂപ. അൽദോ എന്ന് പറഞ്ഞിട്ടാ. എന്നിട്ട് അടുത്ത് ഈ മീനിൻ്റെ വില എന്താണ്? അപ്പോൾ അയാൾ പറയുകയാണ്, സിറാജിൻ്റെ ഭാഷയുണ്ട്, 2 അൽദോ എന്ന് വെച്ചാൽ 400 രൂപയെന്ന്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഉടനെ തന്നെ അവരോട് പറയും, ഈ ആൾക്കാരോട് പറയും, എന്താ ഇപ്പം ഇത് മീൻ, ഇതിപ്പോൾ കടലിലെ മൊത്തം മീനിൻ്റെ വില ഈ പറയണത്. ഈ പറയണ ആളാണ് നമ്മളോട് പറയണത് എനിക്ക് വർത്തമാനം പറയാൻ അറിയാം. തുണിക്കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കടക്കാരനെ അതെടുക്ക്, ഇതെടുക്ക്, അപ്പുറത്തെടുക്ക്, ആകത് അതല്ലടോ അതിൻ്റെ അടിയിലിരിക്കും, എല്ലാം കൂടി മല പോലെ കൂട്ടിയിട്ടിട്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഇറങ്ങിപ്പോകുന്ന കൂട്ടരല്ലേ നമ്മൾ. അടുത്ത കടയിൽ പോയിട്ട് അവിടെയും കിടന്ന് ബഹളം ഉണ്ടാക്കും. ഇവരാണ് ഈ പറയണത് എനിക്ക് സെയിൽസ് കപ്പാസിറ്റി ഇല്ല, മറ്റുള്ളവരോട് പറയാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞു. യു ആർ കണ്ടിന്യൂലി നെഗോഷിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ് ഉണ്ടാ കമ്മ്യൂണിക്കേറ്റിംഗ് ഇല്ലേ? എന്തെല്ലാം കമ്മ്യൂണിക്കേഷനായിരുന്നു നമുക്ക്. ചെറുപ്പത്തിലുള്ള കാര്യം ഓർത്താൽ മതി. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്ര ലൈനാണ് എവിടെയൊക്കെയാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇന്ന് പിന്നെ മൊബൈൽ വന്നേക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഈസിയാണ്. യു ആർ കണ്ടിന്യൂലി നെഗോഷിയേറ്റിംഗ്, കമ്മ്യൂണിക്കേറ്റിംഗ്, പെർസ്വാഡിങ്, ഇൻഫ്ലുവൻസിങ് and trying to get people to cooperate with you to do the things that you want them to do. എനിക്കെന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി രാവിലെ മുതൽ അന്ത്യാകുന്നത് വരെ, കിടക്കുന്നത് വരെ നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പണിയാണ് അവിടെ ചെയ്യേണ്ടത്, DXN ചെയ്യേണ്ടത്. അല്ലാതെ പ്രത്യേകിച്ചൊരു പണിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഈച്ച് കൺസ്യൂമർ പർച്ചേസസ് ₹3,000 വർത്ത് പ്രോഡക്റ്റ്. 3000 രൂപയുടെ പ്രോഡക്റ്റ് ഒരു രജിസ്റ്റേർഡ് കൺസ്യൂമർ വാങ്ങിക്കണം. അതായത് 1000 PV, 1350 SV. ഇതാണ് ഇതിൻ്റെ അസംഷൻ 1. അസംഷൻ 2, എവറി കൺസ്യൂമർ ഇൻട്രൊഡ്യൂസസ് 20 കൺസ്യൂമേഴ്സ് ഈച്ച്. അതായത് 20 കൺസ്യൂമേഴ്സിനെ ഒരു കൺസ്യൂമർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, കമ്പനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ലുലുവിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടല്ലോ, അല്ല ചെയ്യണ്ടല്ല. എല്ലാ ദിവസവും ഇരുന്ന് ബീരാനിക്കയുടെ വേണ്ടി പണിയെടുക്കണില്ലേ? DX കമ്പനിക്ക് വേണ്ടി പണിയെടുക്ക്. 20 കൺസ്യൂമേഴ്സിൻ്റെ രജിസ്റ്റേർഡ് കൺസ്യൂമേഴ്സിനെ കമ്പനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇതാണ് അതിൻ്റെ അസംഷൻ. ഇതാണ് അതിൻ്റെ ഒരു സർക്കിള്. 20 കൺസ്യൂമേഴ്സാണ് എൻ്റെ ആ ചുറ്റും നിൽക്കുന്നത്. ഞാൻ നടുക്കും. ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫോട്ടോ ഒരു പെണ്ണിൻ്റെയാണ്, പക്ഷേ എല്ലാവരും അത് മനസ്സിലാക്കുക. ഞാനാണ് ആ നടുക്ക് നിൽക്കുന്നത്. ചുറ്റും നിൽക്കുന്നതിൻ്റെ 20 രജിസ്റ്റേർഡ് കൺസ്യൂമേഴ്സ്. രജിസ്റ്റേർഡ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്?
ദേ ആർ ഓൾസോ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, രജിസ്റ്റേർഡ് കൺസ്യൂമേഴ്സ്. അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. 20 പേരെ കിട്ടണമെങ്കിൽ, 20 രജിസ്റ്റേർഡ് കൺസ്യൂമേഴ്സിന് കിട്ടണമെങ്കിൽ ഏകദേശം എത്ര പേരെ മിനിമം കാണേണ്ടി വരുമെന്ന് അറിയാമോ? 200 പേരെങ്കിലും നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. എന്നാലേ ഈ 20 പേരെ കിട്ടുള്ളൂ. ആ സാധനം മനസ്സിലുണ്ടാകണം. അല്ലാതെ ചെല്ലുന്ന ആൾക്കാർ മുഴുവനും നമ്മുടെ രജിസ്റ്റേർഡ് കൺസ്യൂമേഴ്സ് ആകുമെന്ന് വിചാരിക്കരുത്. ഇതിൻ്റെ അസംഷൻ ഇതാണ്. ഫസ്റ്റ് മന്ത്, അതായത് 20 രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫ്രീ ആണ്. 3000 രൂപയുടെ പ്രൊഡക്റ്റാണല്ലോ നിങ്ങൾ വാങ്ങിച്ചത്, അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞു. അതാണ് ഇവിടുത്തെ പോയിൻ്റ്. ഇവിടുത്തെ പോയിൻ്റ് അതാണ്. 2630 രൂപ. ഉറക്കം തന്നെ ഉണ്ടാ? കാശിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉറക്കം പേഴ്സൊക്കെ എടുത്ത് നോക്കണ്ട ആൾക്കാർ. ഇതിനകത്തൊന്നും കാണാനില്ലല്ലോ. ഈ പിടുത്തം കിട്ടിയോ? ഇതെന്താണെന്ന്, എങ്ങനെയാണെന്ന് കിട്ടിയോ? ഞാൻ സമയം എടുക്കുന്നതുകൊണ്ട് ഇത് പറയുന്നില്ല. ഇത് ഓരോരുത്തർ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. സെക്കൻഡ്, നിങ്ങൾ സ്റ്റാർ ഏജൻ്റാണ്. നിങ്ങളുടെ ഇൻകം 57,000 റുപ്പീസാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് 3000 കിട്ടിയാൽ ആ 3000 രൂപ ബാക്കിയുള്ള 20 പേർക്ക് ഉണ്ടാകണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. നിങ്ങളുടെ കൂടെ വന്ന 20 രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സിനും പ്രൊഡക്റ്റ് ഫ്രീ കിട്ടണം. അവർക്ക് പ്രൊഡക്റ്റ് ഫ്രീ ആക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 57,000. പിടുത്തം കിട്ടിയോ? അടുത്തത് നമ്മൾ നേരെ ഈ 20 പേർക്ക് 57,000 കിട്ടണം. അതാണ് നമ്മുടെ അടുത്ത പണി. എത്രയാണ്? 20 പേർക്ക് 57,000 കിട്ടണം. അപ്പം നമുക്ക് എത്ര കിട്ടും? ഒരു 20 ലക്ഷം കൂട്ടിക്കോ. യു ഗെറ്റ് 20 lakhs. അടുത്തത്, ഈ 20 പേർക്കും 20 lakhs കിട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? ക്രൗൺ അംബാസഡറായിട്ട് 2 കോടി കിട്ടുന്നത്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം എന്താണെന്ന് അറിയുമോ? വലിയ കണക്ക് പറയുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ എന്താ അറിയാം? നടക്കണ കാര്യം പറയേണ്ട രാജീവേ, ഇതൊന്നും നടക്കില്ല. ഇങ്ങനെയാണ് മിക്കവാറും സമയത്ത് എൻ്റെ മനസ്സിൽ വരുന്നത്. പക്ഷേ ഈ പ്ലാൻ ഞാൻ കേട്ടപ്പോൾ, ഇത് ദുബായിൽ വെച്ചാണ് ഞാൻ കേൾക്കണത്. 2020 പ്ലാൻ, വിഷൻ 2020 എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ എന്നോട് ഒരാളിരുന്ന് പറയാൻ തുടങ്ങി, രാജീവേ, ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്. ഇറ്റ് ഈസ് ഫോർ യു. ഇത് ഞാൻ അങ്ങനെ തന്നെ ബ്ലൈൻഡായിട്ടെടുത്താൽ, നേരത്തെ വെങ്കട്ടരമണ സാറ് നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, ബിലീഫ്. എന്താണോ നിങ്ങളുടെ ബിലീഫ്, അത് നിങ്ങളിലേക്ക് വന്നു ചേരും. റൈറ്റ്? താങ്ക് യു. അതായത് ഞാനിത് നേടിയെടുക്കുമെന്നൊരു തീരുമാനം എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവനുള്ളതാണത്, അവനത് കിട്ടാൻ പോണത്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഒരുത്തന്നെ ഇരിപ്പുണ്ട്. അവനിപ്പോൾ പറഞ്ഞു കാണും, അതറിയാമോ? 2 കോടി നടക്കൂല എന്നെങ്ങാനും പറഞ്ഞാൽ ആ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കണ 2 കോടിയില്ലേ, അപ്പം തന്നെ തിരിച്ച് ഓട്ടോറിക്ഷ പിടിച്ച് പോയിക്കളായി. പിടുത്തം കിട്ടിയാ? അതുകൊണ്ട് നടക്കൂല എന്ന് പറയരുത്. ഇങ്ങോട്ട് വരട്ടെ, ബ്ലൈൻഡായിട്ട് എടുക്കണം ഇതിനാ. ഈ കണക്ക് ശരിയാണല്ല. പിന്നെ ഇത് ശരിയാകാതെ ഇരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഇതൊരിക്കലും നടക്കരുതെന്നും പറഞ്ഞ് പരിശ്രമിക്കുന്നവരാ. ഇന്ന് കണ്ണാടി പോയി നോക്കിക്കോ, വേണ്ട ഈ വാഷ് ബേസിനിൽ പോയി നോക്കിക്കോ. ആ വാഷ് ബേസിൻ്റെ അവിടെ നോക്കുമ്പോൾ കാണുന്ന സാധനമില്ലേ, അതാണ് നിങ്ങളുടെ ശത്രു. വേറെ ഒരാളുമില്ല ഈ ലോകത്ത്. നിങ്ങളുടെ അമ്മായിയമ്മ ശത്രുവല്ലട്ടാ, നിങ്ങളുടെ ഭാര്യ ശത്രുവല്ല, നിങ്ങളുടെ വീട്ടുകാരും ശത്രുവല്ല, നിങ്ങളുടെ അയൽക്കാർ ശത്രുവല്ല. ഒരേ ഒരു ശത്രു ഈ ലോകത്തുള്ളൂ. അതാ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ സാധനമാണ്. അതിനെപ്പോൾ ശരിയാക്കണം, അന്ന് ഈ കാശ് നമുക്ക് കിട്ടാൻ തുടങ്ങും. അതിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതേപോലുള്ള ലീഡേഴ്സ് വേണ്ടത്. അവരുടെ മുമ്പിൽ പോയി ഇരുന്ന് കൊടുത്ത് ഉറക്കം തൂങ്ങി നമ്മൾ ക്ലാസ് കേട്ട് ട്രെയിനിങ് എടുത്ത് അത് കൊണ്ട് അടുത്ത ആൾക്കാർക്ക് കൊടുത്ത് പവർഫുള്ളാണ്. നമുക്ക് വേണ്ടി എറണാകുളത്ത് ഒരു സ്റ്റോക്ക് പോയിൻ്റ് തുറന്നിട്ടിരിക്കുകയാണ്, താജ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ തൊട്ടടുത്ത്. അതേപോലത്തെ ഒരു ഹോള് കിട്ടണമെങ്കിൽ 25,000 രൂപ, ഒരു അര ദിവസത്തിന് 25,000 രൂപയാണ് ഒരു ചാർജ് ചെയ്യണത് താജ് ഇൻ്റർനാഷണലിൽ. അതാണ് നമുക്കവിടെ ഫ്രീ ആയിട്ട് തന്നത്. അതിൽ ആളുകളെ കൊണ്ടുപോയി ഇരുത്താനായിട്ട്
ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഒരു ചെറിയൊരു ടിപ്പ് തന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാം എൻ്റെ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ. ഇത്രയുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയുള്ളൂ. നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആരെങ്കിലും ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒന്ന് എറണാകുളത്തേക്ക് വിളിക്കുമോ? നിങ്ങളുടെ വീടിനടുത്തുനിന്ന് ഒരാളോട് ഞാനേ ഒന്ന് നാളെ ഒന്ന് ഷോപ്പിങ്ങിന് പോകണം, കുറച്ച് കടയിൽ പോകാനുണ്ട്, വരുമോ വരണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളുടെ കൂടെ വരുമോ? വരുമില്ലെങ്കിൽ നിങ്ങൾ സാമൂഹ്യ ദ്രോഹിയാണ്. ആരും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ ഒരു ദ്രോഹിയാണ്, സമൂഹത്തിന് നിരക്കാത്ത ഒരാളാണ്, എന്തോ കുഴപ്പമുണ്ട്, ഉടനെ തന്നെ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്. വിളിക്കണം ഒരാളെ, നിങ്ങളുടെ കൂടെ ഒരാൾ വരും. ആ വരുന്ന ആളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ കടയിൽ കയറി ഈ കടയിൽ കയറിയിട്ട് പിന്നെ അടുത്ത കട ഏതായിരിക്കും? DXN. അവിടെ 40 രൂപക്ക് കാപ്പി കിട്ടും പാക്കറ്റ്. അവിടെ ടേബിളുണ്ട്, അതിനകത്ത് ഇരുത്തിയിട്ട് അടിയിൽ നിന്ന് ഒരു ഗ്ലാസ് 2 ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ്സിലേക്ക് നമ്മുടെ പാക്കറ്റ് അവിടെ നിന്ന് ചോദിച്ചാൽ കിട്ടും കൗണ്ടറിൽ നിന്ന്. അത് കട്ട് ചെയ്തിട്ട് 2 കപ്പ് ഇതിലെടുത്തിട്ട് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇയാൾക്ക് കുടിക്കാൻ കൊടുക്കുക, നമ്മളും കുടിച്ചുകൊണ്ടിരിക്കുക. ഈ ആൾ ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കും. ഇതെന്താണ്? ഇതെൻ്റെ ഓഫീസ്. ഹലോ ഇതെൻ്റെ ഓഫീസ്. ഇടയ്ക്ക് ഒന്ന് തണുപ്പിക്കണമെന്ന് തോന്നി, അപ്പോൾ ഇങ്ങോട്ട് വന്നാണ്. അവർ ചോദിക്കില്ല ഇതെന്ത് എന്ന് തുടങ്ങിയെന്ന് ചോദിക്കുമോ? നിങ്ങൾക്ക് അവരോട് DXN പറയാനുള്ള ഒരു അവസരം കിട്ടിയില്ലേ? അങ്ങനെ എല്ലാ ദിവസവും ഒരു 10-20 എണ്ണത്തിന് അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം തീർന്ന. പക്ഷേ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ സാധനം ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഏതെങ്കിലും അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയി നേർന്ന് ആ കണ്ണാടിയിൽ ആദ്യം കാണുന്ന, നിങ്ങൾ നോക്കുമ്പോൾ കാണുന്ന സാധനത്തിന് നേരെയാക്കി തരണേ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചാൽ നിങ്ങളെല്ലാവരും രക്ഷപ്പെടും. വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.